ഹായ്, എല്ലാവർക്കും നമസ്കാരം. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു തന്റെ അന്ത്യ അത്താഴവേളയിൽ സിഹിയോൻ ഊട്ടുശാലയിൽ 12 സ്നേഹന്മാരോടൊപ്പം അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് അവർക്ക് അപ്പവും വീഞ്ഞും ആശീർവദിച്ച് നൽകിക്കൊണ്ട് നമുക്ക് വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃക നൽകി. അപ്പോൾ അതിന്റെ ഓർമ്മയാചരണം നമ്മളുടെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും നമ്മൾ നടത്താറുണ്ട്. അതിനായി തയ്യാറാക്കുന്ന അപ്പത്തിനും പാലിനും പെസഹ അപ്പവും പാലും എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ പെസഹ അപ്പത്തിന്റെയും പാലിന്റെയും റെസിപ്പി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുക്കണം. പിന്നെ ജീരകം, ഒരു ടീസ്പൂൺ ജീരകം, ഒരു 10-12 അല്ലി ചുവന്നുള്ളി, ഒരു 5-10 വെളുത്തുള്ളി കൂടി പോകണ്ട, കാരണം വെളുത്തുള്ളി അധികമായാൽ അപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ ഒരു 1/4 കപ്പ് ഉഴുന്ന്. ഇത് നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ കുതിരാൻ ഇട്ടിരിക്കണം, ഒരു 6 മണിക്കൂറോളം. അപ്പോൾ നമുക്കിത് ആദ്യം ഇതെല്ലാം ഒന്ന് അരച്ച് കലക്കി വയ്ക്കാം. അതിനായിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ആദ്യം നമുക്ക് ഈ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ചില സ്ഥലത്ത് ഈ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ചില സ്ഥലത്ത് വറുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരച്ച് ചേർക്കാറുണ്ട്. ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് തരാം. ഞാൻ ഉള്ളിയും ഉഴുന്നും അരച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ തേങ്ങ കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണേ. വെള്ളം നോക്കി വേണം ഒഴിക്കാനായിട്ട് കേട്ടോ, ഒരുപാട് വെള്ളമായി പോകരുതേ. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആകാനായിട്ട് കൈകൊണ്ട് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കൈകൊണ്ട് കുഴച്ചു കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ പാകത്തിനുള്ള അയവിൽ നമ്മൾ കലക്കിയെടുക്കും. ഞാൻ ഈ അയവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത്ര അയവ് മതി. ഇനി വെള്ളം കൂടി പോയാൽ അപ്പം ശരിയാവില്ല കേട്ടോ. നമുക്ക് ചുടാനുള്ള ഒരു പ്ലേറ്റിൽ എണ്ണ തടവി അതിലേക്ക് ഒഴിച്ച് ആവി കയറ്റിയെടുക്കാം. നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ താഴത്തെ തട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കരുത് കേട്ടോ, അത് 2 അപ്പത്തിനുണ്ട്. ഒരപ്പം വലുത്, ഒരപ്പം ചെറുത്. എല്ലായിടത്തും ഒരേപോലെ ആക്കി നമ്മൾ ഓശാനയ്ക്ക് നമുക്ക് പള്ളിയിൽ നിന്നും വെഞ്ചരിച്ച് നൽകിയ കുരുത്തോല ഇവിടെ നടുക്ക് ഇങ്ങനെ കുരിശാകൃതിയിൽ വെച്ചിട്ടാണ് നമ്മൾ രാത്രി മുറിക്കുന്ന അപ്പത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുരിശ് വയ്ക്കുന്നില്ല. നമ്മൾ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ കുരിശ് വയ്ക്കത്തുള്ളേ. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം വീഴാതിരിക്കാനായിട്ട് നമുക്ക് ഒരു വാഴല എടുത്ത് ഇങ്ങനെ ഉണ്ടാം. നമുക്ക് ഒരപ്പം കൂടി ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അതിനായിട്ട് ഇഡലി തട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ട് നമുക്ക് ഇങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ച് ബാക്കി മാവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. അല്ലെ, ഇഡലി തട്ടിൻ്റെ മുകളിലത്തെ തട്ട് ഇതുപോലെ കമഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് കൂടി വെച്ചിട്ട് നമുക്ക് ബാക്കി മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും ഒരു തിര വെച്ച് മൂടിയിട്ട് വേവിക്കും. ഇതൊരു 10 മിനിറ്റ്
ആവി കയറി കഴിയുമ്പോൾ ഇത് വെന്തിരിക്കും. വറുത്ത അരിപ്പൊടിയാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് വേകും. നമുക്ക് ഈ പാലിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ പെസഹ പാല് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു കലം എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ പല സ്ഥലത്തും പുതിയ കലവും തവിയുമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ ഈ ഒരു ബൗളിന് നിറയെ ശർക്കര അത്രയും തന്നെ വെള്ളം ഒഴിച്ച് അരിച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് ആദ്യം നമുക്ക് ഈ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കര എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 3-ാം പാലും 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ. നമ്മൾ അപ്പത്തിൻ്റെ മുറിക്കണ സമയത്ത് ഉണ്ടാക്കുന്ന പാലെന്ന് പറയുന്നത് 3-ൻ്റെ കണക്കായിരിക്കും. ഒന്നില്ലെങ്കിൽ 3 തേങ്ങയുടെ പാല്, അല്ലെങ്കിൽ 3 മുറിയുടെ പാല്, അങ്ങനെ ആണ് എടുക്കാറ്. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പാല് ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇടണം. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുക്ക്, ഏലക്ക, ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണേ. ഇത് നമ്മൾ ഇതിൻ്റെ പുറകെ ഇത് തിളച്ച് കുറുകി വരുമ്പോൾ ഇത് പൊടിച്ചതും കൂടി ചേർത്ത് തലപ്പാലും ഒഴിച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. ഇതിലേക്ക് ശർക്കരയുടെ കളർ പോലെ ഇരിക്കും പാലിൻ്റെ കളർ. ഇത് വെള്ളത്തിന് പകരം ആ 3-ാം പാൽ ഒഴിച്ചൊന്ന് കലക്കിയാലും മതി. ഞാനത് പെട്ടെന്ന് എടുത്ത് ഒഴിച്ച് പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുന്നത്. കട്ടയില്ലാണ്ട് ഇതിലേക്ക് ഒഴിച്ചോളാം. നമുക്ക് ഇത് അടപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം. നമ്മുടെ പാല് കുറുകി വരുമ്പോൾ തലപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ ചുക്കും ജീരകവും ഏലക്കായും കൂടി ഇത്തിരി പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്താണ്. അതും കൂടി ചേർത്ത് ഇറക്കാം. ചിലർ ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നെയ്യിൽ വറുത്ത് ചേർക്കാറുണ്ട്. നമ്മുടെ പാല് തിളച്ച് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു നുള്ളു ഉപ്പ്. തീ കുറച്ച് വെച്ചിട്ട് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. കയ്യെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. പാല് റെഡിയായിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് പോകും. ശേഷം ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തിടാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഇട്ടു. 2 ടീസ്പൂൺ. ചിലർ ഇതിൽ പഴമൊക്കെ കട്ട് ചെയ്തിടും. അപ്പോൾ പാലൊക്കെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ചീത്തയായി പോകും. പഴം കഴിക്കുമ്പോൾ നമ്മൾ മുറിക്കുന്ന സമയത്തുള്ള പാലിൽ മാത്രം ഇട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടു. കുറച്ച് പാലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിസ്മിസ് കൂടി ഇട്ടു. ഓഫ് ചെയ്യണം. പാല് റെഡിയാക്കാം. നമുക്ക് അപ്പം എന്തോന്ന് നോക്കാം. കുറച്ചുള്ളതായതുകൊണ്ട് വെന്ത് കാണും. വെന്തിട്ടുണ്ട്. ഇത് ആദ്യം എടുത്ത് മാറ്റാം. ഇതാ നമ്മുടെ പെസഹ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. ഇത് കുരുത്തോല ഇവിടെ കുരിശിൻ്റെ ആകൃതിയിൽ നമ്മൾ വെച്ചിരിക്കും. അതെടുത്ത് മാറ്റി ഈ
ഉപ്പ് ഒരു നുള്ളെടുത്ത് ഇതുപോലെ ഇങ്ങനെ കുരിശാകൃതിയിൽ വരച്ചിട്ടാണ് അവർ ഇത് മുറിച്ച് നൽകുന്നത്. അപ്പോൾ നമ്മുടെ പെസഹ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. ഈ പെസഹായിക്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രുചിയുള്ള അപ്പമാണ്. പാലും നല്ല കറക്റ്റ് മധുരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അളവിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.